കമലാദാസ് അഥവാ മാധവിക്കുട്ടി. ഒരു പുന്നയൂർക്കുളം സ്വദേശിനിയായ ഞാൻ പുന്നയൂർക്കുളത്തെ ഏറെ പ്രശസ്തിയായ ഒരു സാഹിത്യകാരിയായ മാധവിക്കുട്ടിയെ ഇവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും തൻ്റെ പ്രാഗൽഭ്യം ഈ എഴുത്തുകാരി തെളിയിച്ചിട്ടുണ്ട്. 1934 തൃശൂർ പുന്നയൂർക്കുളത്തെ നാലപ്പാട്ട് ഭവനത്തിലായിരുന്നു മാധവിക്കുട്ടിയുടെ ജനനം. അച്ഛൻ VM നായർ കൊൽക്കത്തയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ ബാലാമണി അമ്മ പ്രശസ്ത സാഹിത്യകാരിയായിരുന്നു. പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണ മേനോനായിരുന്നു വല്യമ്മാവൻ. ആമി എന്നായിരുന്നു മാധവിക്കുട്ടിയുടെ വിളിപ്പേര്. അച്ഛൻ്റെ ജോലിസ്ഥലമായ കൊൽക്കത്തയിലും പുന്നയൂർക്കുളത്തുമായിട്ടായിരുന്നു ആമിയുടെ ബാല്യകാലം. നാലാപ്പാട്ട് വീട്ടിലെ സാഹിത്യപരമായ അന്തരീക്ഷം ആമിയുടെ കഴിവുകൾക്ക് മാറ്റുകൂട്ടി. അമ്മാവൻ്റെ പുസ്തക ശേഖരണത്തിലെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടായിരുന്നു ആമിയുടെ സാഹിത്യ ലോകത്തേക്കുള്ള തുടക്കം. സമ്മറിൻ കൊൽക്കത്തയാണ് ആദ്യ കൃതി. പുന്നയൂർക്കുളവും അതിനോടനുബന്ധിച്ച നിരവധി സ്ഥലങ്ങളും പല കൃതികളിലായി ഉൾപ്പെട്ടിട്ടുണ്ട്. അമ്മാവനും അമ്മമ്മയും മറ്റു ബന്ധുക്കളുമെല്ലാം കഥയിലെ കഥാപാത്രങ്ങളുമായി. നീർമാതളം പൂത്തകാലം 1997 വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ്. മാധവിക്കുട്ടിയുടെ ഏറെ പ്രശസ്തമായ എൻ്റെ കഥ പുസ്തകമായി പുറത്തിറങ്ങുന്നത് 1973 ഈ പുസ്തകം വളരെ ഏറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 15ഓളം ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പല യൂണിവേഴ്സിറ്റികളിലും മാധവിക്കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളിലും മാധവിക്കുട്ടിയുടെ കൃതികൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ മാധവിക്കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ കൃതികൾ വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ കഥ, ബാല്യകാല സ്മരണകൾ, നീർമാതളം പൂത്തകാലം, നെയ്പായസം തുടങ്ങിയവയാണ്. തനിക്ക് ഓഹരിയായി കിട്ടിയ നാലാപ്പാട് തറവാടിൻ്റെ ഭാഗം കേരള സാഹിത്യ അക്കാദമിക്ക് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ അവിടെ കമലാ സുരയ്യ എന്ന സ്മാരകവും മാധവിക്കുട്ടി ഉപയോഗിച്ചിരുന്ന കുറച്ച് വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് മാധവിക്കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നീർമാതളവും. 1999 ഇസ്ലാം മതം സ്വീകരിച്ച് കമലാ സുരയ്യ എന്ന നാമം സ്വീകരിച്ചു. 2009 മെയ് 31 മാധവിക്കുട്ടി നിര്യാതയായി. സാഹിത്യ ലോകത്ത് മറക്കാനാവാത്ത ഒരു അതുല്യ പ്രതിഭയാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയെ ഓർക്കാതെ ഒരു വായനാ ദിനവും ഇതുവരെ കടന്നു പോയിട്ടില്ല, ഇനി കടന്നു പോകുകയുമില്ല. നന്ദി.